ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇന്ന് നിങ്ങൾക്ക് ഗുരുഹോരയും ശുക്രഹോരയും എന്താണ്, ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത്. ഹോര എന്ന് പറഞ്ഞാൽ സമയം എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഗുരുഹോര എന്ന് പറഞ്ഞാൽ വ്യാഴഗ്രഹത്തിൻ്റെ സമയം. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ജ്യോതിശാസ്ത്ര പ്രകാരം ഒരു ദിവസം സൂര്യ ഉദയം തൊട്ട് അടുത്ത ദിവസമുള്ള സൂര്യോദയം വരെയാണ് ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ, 24 ഭാഗം. ഈ 24 ഭാഗത്തിലും ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ രാഹുകാലം, യമഖണ്ഡകാലം, ഗുളികകാലം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. അതേപോലെ തന്നെ വ്യാഴകാലം, ശുക്രകാലം എന്നതിനെയാണ് ഗുരുഹോര, ശുക്രഹോര എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഗുരു എന്ന് പറയണ, അതായത് ജുപ്പിറ്റർ, ബൃഹസ്പതി, വ്യാഴം എന്നൊക്കെ പറയുന്നത് ഗുരുവാണ്, ഗുരു ഗ്രഹത്തെയാണ്. അപ്പോൾ ഈ ഗ്രഹത്തിൻ്റെ സമയത്തെയാണ് നമ്മൾ ഗുരുഹോര എന്ന് പറയുന്നത്. ഓരോ ദിവസത്തിലും ഈ ഗുരുഹോര വരുന്നുണ്ട്, ഓരോ ദിവസത്തിലും ശുക്രഹോര വരുന്നുണ്ട്, ഓരോ ദിവസത്തിലും ബുധഹോര വരുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ പ്ലാനറ്റ് ആണോ നമുക്കുള്ളത് ആ പ്ലാനറ്റിൻ്റെ ഒക്കെയും സമയങ്ങൾ ഈ 24 മണിക്കൂറിനുള്ളിൽ മാറി മാറി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം രാഹുകാലത്ത് ഒരു കാര്യം ചെയ്യില്ലല്ലോ. രാഹുകാലം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ പറഞ്ഞതുപോലെ തന്നെ ഗുരുഹോര എന്ന് പറയുന്നത് എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ല സമയമാണ്. അപ്പോൾ ഈ ശുക്രഹോര എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാവണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സമ്പത്ത് ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാതെ വരുന്ന ആളുകളാണ് ഇടയിൽ കിടന്നിട്ട് ബുദ്ധിമുട്ടുക. ഒരു ജോലിയില്ല, അല്ലെങ്കിൽ സമ്പത്തില്ല, ഒരു ബന്ധങ്ങളില്ല, ആരും ഇല്ലാതെ അങ്ങനെ ഒന്നും എവിടെയും എത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യാഴഗ്രഹവും ശുക്രഗ്രഹവും നല്ല സ്ഥാനത്തല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ ഈ വ്യാഴഗ്രഹത്തെയും ശുക്രഗ്രഹത്തെയും പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തെ ഇവർക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതിനാണ് ഈ ഗുരുഹോരയിലും ശുക്രഹോരയിലും പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൂടി, അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്യുന്ന നാമജപമാണെങ്കിലും വിശിഷ്ട സാധനകളാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള താന്ത്രിക വിദ്യകളാണെങ്കിലും ഇതിനൊക്കെ നല്ല ഫലം നമുക്ക് കിട്ടും എന്ന് പറയണത്. അതിനാണ് ഈ ഗുരുഹോരയിൽ നിങ്ങൾ ചില താന്ത്രിക വിദ്യകൾ ചെയ്യൂ, അല്ലെങ്കിൽ ഈ ഗുരുഹോരയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഗുരുഹോരയിൽ ഇന്ന മന്ത്രം ജപിക്കൂ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ രാവിലെ 6 മണിക്കുള്ളിൽ വിളക്ക് കത്തിക്കുന്നതാണ് ശുഭം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണി 7:30 വരെയൊക്കെ ആവും, അത് കഴിഞ്ഞാൽ പാടില്ല എന്നൊരു കൺസെപ്റ്റാണ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. ജ്യോതിശാസ്ത്ര പ്രകാരം ഈ നല്ല സമയങ്ങളിൽ നമുക്ക് ഈ പൂജാവിധികൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിനും ഒക്കെ നല്ലതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ദിവസത്തെ ഗുരുഹോര എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ടിട്ട് 10 മണി വരെ ആണ് എന്ന് വിചാരിക്കുക. അതായത് 1 അവർ ടൈമാണ് ഈ ഹോര സമയം മാക്സിമം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് 9 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ, ആ സമയത്ത് നിങ്ങൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രാവിലെ കത്തിച്ചില്ല വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുത്തതെന്ന് വെച്ചാൽ, മൈസൂർ വന്നതിന് ശേഷം ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി, അവർ ഈ രാവിലെ ചില സമയത്ത് ഇങ്ങനെ ലേറ്റായിട്ട് കത്തിക്കുന്ന കേൾക്കാം. അത് കഴിഞ്ഞാൽ ഉച്ച സമയത്ത്, ഇവിടെയൊക്കെ പൂജ ചെയ്യുമ്പോൾ മണിയടിക്കും, അപ്പോൾ ഉച്ച സമയത്ത് കേൾക്കാം. അതുപോലെ രാത്രി 8 മണിക്ക് ശേഷം കേൾക്കാം. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്കിത് സംശയമായത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ പൂജ ചെയ്യണത്? അങ്ങനെ നല്ലതാണോ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് രാവിലെ ഏർലി മോർണിംഗ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ്. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിനുള്ളിൽ പൂജ ചെയ്യണം, വിളക്ക് കത്തിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇങ്ങനെ വ്യാഴഗ്രഹത്തെയും ശുക്രഗ്രഹത്തെയും അല്ലെങ്കിൽ ബുധഗ്രഹത്തെയും ഒക്കെ നമുക്ക് ഏതാണോ നമ്മളുടെ ഹൊറോസ്കോപ്പിൽ, നമ്മളുടെ ജാതകത്തിൽ വീക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഇഷ്യൂ ആണോ ഫേസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഗ്രഹത്തെ നമ്മൾ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ നമ്മളിലേക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സമയങ്ങൾ അവർ കണക്കാക്കിയിട്ട് വിളക്ക് കത്തിക്കുകയും ആ സമയങ്ങളിൽ പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി ഈ സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് പഞ്ചാംഗത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇത് എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇത് കുറച്ച് ടെക്നിക്കൽ ഇതിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ജ്യോതിഷം അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പഞ്ചാംഗമാണ്. അതുകൊണ്ട് തന്നെയും ഇത് ആ കോഴിക്കോടുള്ള സൂര്യോദയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രഹങ്ങളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നാഴിക വിനാഴിക എന്ന കണക്കിലാണ്
സാധാരണ നമ്മളുടെ സമയം പോലെയല്ല നമുക്കിതിൽ കാണാൻ പറ്റുക. അപ്പം അത് നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഇന്നത്തെ ഗുരുഹോര സമയം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്ലേസും കൂടി കൊടുക്കുക. ഇപ്പം നിങ്ങൾ കോഴിക്കോടുള്ള ആളാണ് അല്ലെങ്കിൽ ട്രിവാൻഡ്രമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ഇന്നത്തെ ഗുരുഹോര സമയം എന്ന് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ എഴുതി കാണിക്കും ഇന്നത്തെ സമയം. അത് 2-3 തവണയൊക്കെ ഒരു ദിവസം ചിലപ്പോൾ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ആ സമയം കണക്കാക്കി ആ സമയത്ത് വേണം നിങ്ങൾ നിങ്ങളുടെ താന്ത്രിക വിദ്യകളാണെങ്കിലും അല്ലെങ്കിൽ പൂജാവിധികളാണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട്. ഇത് ഓരോ സ്ഥലങ്ങൾക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതായത് കേരളത്തിലുള്ള അതേ സമയമായിരിക്കും ഇവിടെ കർണാടകയിൽ ഉണ്ടാവുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. കേരളത്തിൽ ഇപ്പോൾ 9 മണിക്കാണെങ്കിൽ ഇവിടെ ചിലപ്പം 9:15 ആയിരിക്കും. അതായത് സൂര്യൻ്റെ ചലനത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമാണത് കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഗുരുഹോര എന്ന് പറയുന്നത് ചില ആളുകൾ കമൻറ്റിൽ പറയണ ഞങ്ങൾ കണ്ടു. തേഴ്സ്ഡേ 6 to 7 ആണ് ഗുരുഹോര സമയം, വ്യാഴാഴ്ചയാണ് ഗുരുഹോര സമയം. അതൊക്കെ തെറ്റാണ്. ചില വ്യാഴാഴ്ചകളിൽ രാവിലെ ആ സമയത്ത് വരാം, പക്ഷേ എല്ലാ വ്യാഴാഴ്ചകളിലും ആ സമയത്തല്ല ഗുരുഹോര വരുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഒരേ സമയത്തല്ല വരിക. ഇത് രാവിലെ വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരവും വരുന്നുണ്ട്. 2 പ്രാവശ്യം ഈ ഗുരുഹോര സമയം ഒരു ദിവസത്തിൽ തന്നെ വരുന്നുണ്ട്. എല്ലാ ഹോരകളും ശുക്രഹോര, ബുധഹോര എന്നൊക്കെ പറയുന്നതും ഓരോ ദിവസവും 2 പ്രാവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞുതരാൻ പറ്റുക. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അന്നൊരു താന്ത്രിക വീഡിയോ ഇട്ടതിന് ശേഷം മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, തലയും വാലും ഇല്ലാതൊക്കെ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം, അതുകൊണ്ടാണ് വീഡിയോ വൈകിയത്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.